ആമസോണിൽ നിന്ന് 2-3 മാസത്തിനിടയിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാത്തതായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് താല്പര്യമായെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇത് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഈ വുഡൻ ഫൈൻ ടൂത്ത് കോമ്പിനെ കുറിച്ചിട്ടാണ്. വുഡൻ വൈറ്റ് ടൂത്ത് കോമ്പിനെ കുറിച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം അതിൻ്റെ ഉപയോഗവും ഉപകാരങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വുഡൻ ഫൈൻ ടൂത്ത് കോമ്പ് ഉപയോഗിക്കുന്നത് ശരിക്കും മുടി നന്നായി നീട്ടി വളർത്തിയ ആൾക്കാർക്കാണ് ഇത് ശരിക്കും ഉപകാരപ്പെടുക. കാരണം ഡീടാംഗ്ലിങ്ങിന് അത് സഹായിക്കും. അപ്പോൾ ഡീടാംഗ്ലിംഗ് പർപ്പസിനാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി ഈ ഒരു പെൻഡൻ്റ് ആണ്. ഇതൊരു സിൽവർ ആൻഡ് ബ്ലാക്ക് കളർ തീമിലുള്ള ഒരു പെൻഡൻ്റ് ആണ്. ഇതിൻ്റെ ഈ ഓവറോൾ ലുക്ക് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വലിയ പ്രൈസ് വരാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെൻഡൻ്റ് ആണിത്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം താല്പര്യമായി. ഇത് അത്യാവശ്യം മിനിമലായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഡിസൈനിനോട് പ്രത്യേക ഒരു താല്പര്യം തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എടുത്തത്. ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതൊരു വുഡൻ ക്ലോത്ത് റാക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അടിയിൽ വീൽസൊക്കെ ഉള്ള ഒരു വുഡൻ ക്ലോത്ത് റാക്കാണ്. ആമസോണിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വളരെ എനിക്ക് ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ ഷർട്ട്സൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള ഷർട്ടുകളാണ്. ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം ഇട്ടാലൊന്നും കണ്ടോ, ഇങ്ങനത്തെ അത്യാവശ്യം ഒരു 4-5 എണ്ണം ഹുഡീസൊക്കെ ഇട്ട് കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നിൽക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. വലിയ പ്രൈസൊന്നും വരുന്നില്ല ഇതിന്. അപ്പോൾ ഇതും താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഈ ഹാങ്ങേഴ്സ്, ഈ വുഡൻ ഹാങ്ങേഴ്സും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വേറെ നല്ല ഇതിപ്പോൾ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് ഹാങ്ങർ ആണെങ്കിലും കാര്യം നടക്കും. ടീഷർട്ട് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലത് വുഡൻ ഹാങ്ങേഴ്സ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വുഡൻ ഹാങ്ങേഴ്സ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു പാക്ക് ഓഫ് 12, പാക്ക് ഓഫ് 24, പാക്ക് ഓഫ് 36 അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഈ 2 പ്രോഡക്റ്റും വളരെയധികം ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ അടുത്തിടെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബൈയിങ് ലിങ്ക്സും പിന്നെ സകല ഡീറ്റെയിൽസും പ്രൈസ് അടക്കമുള്ള സകല ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം.